ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബജാജ് ഡോമിനാറിൻ്റെ ബെൻഡ് പൈപ്പ് ഞാൻ അങ്ങോട്ട് പ്ലേറ്റ് ചെയ്യിച്ചു, പെയിൻ്റ് അടിച്ചു, പിന്നെ ആർപ്പിക്കിട്ട് കഴുകി, പിന്നെ സോപ്പ് പൊടി ഇട്ട് കഴുകി. അവസാനത്തെ ഒരു ചിന്തപ്പാടാണിത്, പ്ലേറ്റിങ്. അപ്പോൾ ഇത് എടപ്പള്ളിയിലുള്ള കാനറ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്യിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് ഇത് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ പ്ലേറ്റ് ചെയ്യിച്ച ബെൻഡ് പൈപ്പും എക്സോസ്റ്റും എല്ലാം കൂടി. എക്സോസ്റ്റ് ഞാൻ പ്ലേറ്റ് ചെയ്യിച്ചിട്ടില്ല, ബെൻഡ് പൈപ്പ് മാത്രം പ്ലേറ്റ് ചെയ്യിച്ചുള്ളൂ. കാരണം നമ്മുടെ ബെൻഡ് പൈപ്പാണ് തുരുമ്പിച്ച് വൃത്തികേടായിക്കൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അപ്പോൾ ബെൻഡ് പൈപ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ഗ്യാസ്കറ്റ് ചീത്തയായിട്ടുണ്ടെങ്കിൽ ഗ്യാസ്കറ്റ് വേറെ വെക്കണം. പിന്നെ ഈ റബ്ബർ ബുഷ്, നമ്മുടെ സൈലൻസർ, നമ്മുടെ ബാക്കിലെ ബ്രേക്കിൻ്റെ അവിടെ വരുന്ന ഹോൾഡറിൻ്റെ അവിടെ വരുന്ന റബ്ബർ ബുഷ്, അത് കീറിപ്പോയിട്ടുണ്ടായെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ടാമത് സെറ്റ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്യാസ്കറ്റ്. ഇത് ഹെഡിൻ്റെ അവിടെ നിന്ന് വരുന്ന ഗ്യാസ്കറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സംഭവം അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്യാസ്കറ്റ് ഓൾറെഡി ഗ്യാസ്കറ്റിന് സീനൊന്നും ഇല്ലെങ്കിൽ ഗ്യാസ്കറ്റ് മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു തുണി കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഹെഡിൻ്റെ അവിടെ ഹോളിൽ. കാരണം ഇത് ഇലക്ട്രോ പ്ലേറ്റ് ചെയ്ത് എനിക്ക് പ്ലേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഇത് നിയർലി 2 വീക്സ് എടുത്തായിരുന്നു. അപ്പോൾ ആ ഹോള് ഇങ്ങനെ തുറന്ന് വെക്കുന്നത് ഡേഞ്ചറാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തുണിയൊക്കെ കൊണ്ട് അത് മൂടി വെക്കണമെന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ മൂടി വെപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് പ്ലേറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഞാനത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ആ ഹോളിലേക്കാണ് നമുക്കിനി ബെൻഡ് പൈപ്പ് കയറ്റേണ്ടത്. എന്നിട്ട് 2 നട്ടിട്ട് സെറ്റ് ചെയ്യണം. അവിടെയാണ് ഗ്യാസ്കറ്റ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ പഴയ ഗ്യാസ്കറ്റിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, അതവിടെ നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പുതിയ ഗ്യാസ്കറ്റ് സെറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ബെൻഡ് പൈപ്പ് ആ ഹോളിലേക്ക് വെച്ചിട്ട് ആ ഹോൾഡറിൻ്റെ അവിടുത്തെ 2 നട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി, ഈ ഭാഗത്തെ പരിപാടി തീരും. അപ്പോൾ ഇതാണ് ഒരു റബ്ബർ ബുഷ്. ഈ റബ്ബർ ബുഷ് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ ബാക്ക് ബ്രേക്ക് ലിവറിൻ്റെ താഴെ വരുന്ന ഹോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു പിടുത്തത്തിൽ ഉള്ള റബ്ബർ ബുഷാണ്. ഈ റബ്ബർ ബുഷ് കീറിപ്പോയതുകൊണ്ട് ഞാൻ ഷോറൂമിൽ നിന്ന് പറഞ്ഞാൽ മേടിച്ചായിരുന്നു. അപ്പോൾ ഇത് NS200ൻ്റെ റബ്ബർ ബുഷാണ്. NS200 RS200ൻ്റെ റബ്ബർ ബുഷാണ്. നമ്മുടെ ഡോമിനറിൻ്റെ റബ്ബർ ബുഷ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതും സൂട്ടാവും നമ്മുടെ വണ്ടിക്ക്. കണ്ടോ, ഇതാണ് കീറിപ്പോയത്. അപ്പോൾ നമ്മൾ ഈ ബെൻഡ് പൈപ്പ് ഊരിയെടുക്കുന്ന സമയത്ത് ഈ റബ്ബർ ബുഷൊക്കെ അവിടെ നിന്ന് പറഞ്ഞു പോകണുണ്ടാകുന്നൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചുകൊണ്ട് ആ റബ്ബർ ബുഷ് കീറിപ്പോയത് ഞാൻ കണ്ടു. എന്നിട്ട് പുതിയ റബ്ബർ ബുഷ് വെച്ചിട്ട് അതിൻ്റെ ഒരു വാഷർ പോലത്തെ ഒരു സെറ്റപ്പാണത്, അതൊക്കെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ വണ്ടി താഴേന്ന് ഇതിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ വരില്ല, വൈബ്രേഷനൊക്കെ വരും. പിന്നെ ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് സിസ്റ്റം ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ക്ലാമ്പ്. നമ്മുടെ ഡബിൾ ബാരൽ എക്സോസ്റ്റ് സിസ്റ്റം ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്, ബെൻഡ് പൈപ്പിൻ്റെ ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഹോൾഡറാണിത്, ക്ലാമ്പാണ്. ഇതിൻ്റെ ഒരു സിസ്റ്റം ഇങ്ങനെയാണ്. ടൈറ്റാകും തോറും അതിൻ്റെ ഞാനിപ്പോൾ അനക്കി കാണിച്ച സംഭവം ടൈറ്റായി വരും. അപ്പോൾ ഇത് ഇങ്ങനെ കയറ്റുമ്പോൾ ഒരു മെഷർമെൻ്റ് എന്ന് വെച്ചാൽ കണ്ട, അതിൻ്റെ ആ ഒരു തുമ്പ് പുറത്തേക്ക് ഒരു പൊടിക്ക് ചാടിയിരിക്കണം. കണ്ട, അതാണ് അതിൻ്റെ അളവ്. അതൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക ആ ക്ലാമ്പ് സെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ബെൻഡ് പൈപ്പ് ഈ ഹെഡിൻ്റെ അങ്ങോട്ട് കയറ്റണത് മാക്സിമം നമ്മൾ ബൈക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി കയറ്റുന്നതാണ് സുഖം.
അതായത് നമ്മുടെ O2 സെൻസറൊക്കെ ഇരിക്കുന്ന ആ സൈഡിൽ നിന്ന് കയറ്റുക ബെൻഡ് പൈപ്പ്. ആ ഒരു പൊസിഷനിൽ കയറ്റിക്കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് നട്ടൊക്കെ കയറ്റാൻ പറ്റും. കുറേ കൂടി സ്പേഷ്യസ് ആയിട്ട് തോന്നും നമുക്ക്. അപ്പോൾ മറ്റേ ബോക്സിലുള്ള 40 ആ ഒരു ടൂൾ ബോക്സ് ഉണ്ടല്ലോ, അതിനകത്തുള്ള മെയിൻ ടൂൾ കൊണ്ടാണ് ഈ നട്ട് നമ്മൾ കയറ്റുന്നത്. ആ ഒരു മെയിൻ ടൂള് അതിൻ്റെ ഒരു പൊസിഷൻ കൊണ്ടാണ് നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഈ ബെൻഡ് പൈപ്പ് ഊരിയെടുക്കാനും തിരിച്ച് ഫിറ്റ് ചെയ്യാനും എളുപ്പമായിട്ട് തോന്നുന്നത്. കാരണം അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേകം എന്താ പറയുന്നത്, ഒരു ആനയുടെ തുമ്പിക്കൈയൊക്കെ പോലെ ഇരിക്കുന്നൊരു ഷേപ്പാണ് നമ്മുടെ ബെൻഡ് പൈപ്പിൻ്റെ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇത് കയറി ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലത്തെ തന്നെ ഒരു ടൂളും വേണം നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ ബാക്കിലെ ബ്രേക്ക് ലിവറിൻ്റെ അവിടെ വരുന്ന ആ ഹോൾഡറിൻ്റെ, ഇപ്പം ഞാൻ നേരത്തെ പുഷിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചായിരുന്നില്ല, അപ്പോൾ ആ ഒരു അതിൽ അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ബോൾട്ട് ചെയ്യണം. നട്ടും ബോൾട്ടും ഇട്ട് സെറ്റ് ചെയ്യണതാണ്. അതായത് ബെൻഡ് പൈപ്പിൻ്റെ രണ്ടാമത്തെ പിടുത്തം വന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമ്മുടെ ബാക്കിലെ ബ്രേക്ക് ലിവറിൻ്റെ നേരെ താഴെയായിട്ട് വരും. അതായത് നമ്മുടെ ഫുഡ് റെസ്റ്റിൻ്റെ താഴെയായിട്ടും വരും, റൈറ്റ് സൈഡിലെ ഫുഡ് റെസ്റ്റിൻ്റെ താഴെയായിട്ടും. കണ്ടോ, ഇതാണ് ആ നട്ടും ബോൾട്ടിൻ്റെ പൊസിഷൻ. ഞാൻ പറഞ്ഞ റബ്ബർ പുഷൊക്കെ ഇരിക്കുന്നുണ്ട് അതിനകത്ത്. ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇനിയിപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ മെഷർമെൻറ്റ് 13 mm, ഉള്ളിൽ വരുന്ന നട്ട് 12 mm. അപ്പോൾ ഉള്ളിൽ തിരിഞ്ഞ് കളിക്കണമെങ്കിൽ നിങ്ങളൊരു റിംഗ് സ്പാനറൊക്കെ ഇട്ട് ഉള്ളിൽ നിന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഈ പുറത്തുനിന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. എക്സോസ്റ്റ് ബെൻഡ് പൈപ്പിൻ്റെ ഒരു ലക്ഷണം ലൈറ്റൊക്കെ ചെയ്തതിന് ശേഷം വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അത്യാവശ്യം ഡീസൻ്റ് ലുക്കാണ്. ഇനിയിപ്പോൾ അവരുടെ പ്ലേറ്റിങ്ങിൻ്റെ ഒരു വശപ്പിശ കൊണ്ടാണെന്നറിയില്ല, ബെൻഡ് പൈപ്പിൻ്റെ ചെറിയ തുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ പ്ലേറ്റിങ്ങിൻ്റെ ഇതാണോ അതോ ഇനി നമ്മുടെ ഈ സൈലൻസറിൻ്റെ മെറ്റീരിയൽ അങ്ങനെ ആയതുകൊണ്ട് ഇത്രയും പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമുക്ക് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. നേരത്തെ കോലം വെച്ച് നോക്കുമ്പോൾ ഇത് സൂപ്പർ ഡൂപ്പർ എന്ന് തന്നെ പറയണം. കാരണം എനിക്കറിയാമായിരുന്നല്ലോ എങ്ങനെയായിരുന്നു വെച്ചെന്ന്. പഴയ സൈലൻസറല്ല, ഇതിൻ്റെ സൈലൻസർ തന്നെ പഴയ ലുക്ക്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ നട്ടൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തിരിച്ച് വെച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി പ്രോപ്പർ ബോക്സ് സ്പാനർ ഇട്ടിട്ട് എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ബെൻഡ് പൈപ്പിൻ്റെ ഇവിടെ ഹെഡിൻ്റെ അവിടെ വരുന്നത് 2 നട്ടാണ്. 12 mm ആണ് ബോക്സ് സ്പാനറിൻ്റെ ആ നട്ടിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ അത് കരുതുക ടൈറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് O2 സെൻസർ സെറ്റ് ചെയ്യാം. അപ്പോൾ O2 സെൻസർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ടിപ്പ് വൻ കോമഡിയാണ്. നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ആ പിരിയിലേക്ക്, അതായത് ബെൻഡ് പൈപ്പിൻ്റെ ആ ഹോളിലേക്ക് അതിനുള്ള പിരിയിട്ട് തന്നിട്ടുണ്ട് അവർ. അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെക്കുക. എന്നിട്ട് അതിൻ്റെ ലൈൻ എവിടെ നിന്നാണ് ഉള്ളിയെടുത്തത് അവിടെ തിരിച്ച് പ്ലഗ് ഇൻ ചെയ്യുക. പിന്നെ ഇത് അത്യാവശ്യം ഊരിയെടുത്ത പോലെ തന്നെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. 22 mm സ്പാനറാണ് അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ O2 സെൻസറിൻ്റെ ബെൻഡ് പൈപ്പിൻ്റെ ഭാഗത്ത് വരുന്ന ആ നട്ട് ടൈറ്റ് ചെയ്യാൻ 22 mm ആണ് വേണ്ടത് സ്പാനർ.
ഇനി നമുക്ക് O2 സെൻസറിൻ്റെ ലൈൻ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു O2 സെൻസറിൻ്റെ പ്ലഗിൻ എങ്ങനെയാണ് ഊരിയെടുക്കുന്നത് എന്നുള്ളത്, കണക്ഷൻ ആ ലൈൻ എങ്ങനെ ഊരിയെടുക്കുന്നതെന്നുള്ളത്. ഊരിയെടുക്കുന്ന പോലെ ഫിറ്റ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. അതിനകത്ത് വെച്ചിട്ട് ഈ റെഡ് അല്ല ഓറഞ്ച് കളറിൽ അത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി, സംഭവം ലോക്കായി. ഭയങ്കര സംഭവമൊന്നുമല്ല, ജസ്റ്റ് അതങ്ങോട്ട് പുഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലോക്കായി. ഇത് ഫുള്ള് അതിനകത്തേക്ക് കുത്തിക്കയറ്റേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് ആ റബ്ബർ എന്താ പറയുക പ്രൊട്ടക്ഷൻ അത് പഴയ പോലെ തന്നെ ഇറക്കിയിടുക. എന്നിട്ട് അതിൻ്റെ എവിടെ നിന്നാണോ ഇത് പുറത്തേക്ക് എടുത്തത് ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ച് അതിൻ്റെ ആ ഫ്രെയിമിൻ്റെ ഇടയിലേക്ക് പുഷ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ബൈക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എക്സോസ്റ്റ് ഇല്ലാണ്ട്. കുറേ നാളായല്ലേ എക്സോസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഫുള്ള് സൈലൻസർ സിസ്റ്റം ഊരിയിട്ടുള്ള സൗണ്ട് കേൾപ്പിച്ച് തന്നു നിങ്ങളെ. ഇനി ഇതൊന്ന് കേട്ട് നോക്ക്. ഇനി നമുക്ക് നമ്മുടെ ട്വിൻ ബാരൽ എക്സോസ്റ്റ് ബെൻഡ് പൈപ്പിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്യാസ് കിറ്റ്. നമ്മുടെ ഈ ഗ്യാസ് കിറ്റ് മഫ്ലർ എന്നൊക്കെ പറയുന്നത്, മഫ്ലർ ഗ്യാസ് കിറ്റ് എന്നൊക്കെ പറയും. നമ്മുടെ വണ്ടിയുടെ ഈ ബാക്കിൽ എക്സോസ്റ്റ് സിസ്റ്റം ഊരുമ്പോൾ അതെപ്പോഴും ചീത്തയായി പോകാറുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഊരിയപ്പോൾ എൻ്റെ ചീത്തയായി പോയിട്ടുണ്ട്. ഇപ്രാവശ്യം ഊരിയപ്പോൾ ഭാഗ്യത്തിന് അത് ചീത്തയില്ല. അതുകൊണ്ട് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്നില്ല. നിങ്ങളപ്പോൾ ഇത് ഊരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗ്യാസ്കറ്റ് മേടിച്ച് വെക്കുക. എക്സോസ്റ്റിൻ്റെ ബെൻഡ് പൈപ്പിൽ കണക്ട് ചെയ്യണ ഭാഗത്തെ ഗ്യാസ്കറ്റ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പതുക്കെ മേളിലേക്കും താഴത്തേക്കും കാണിച്ച് വേണം ഇത് അകത്തേക്ക് കയറ്റാനായിട്ട്. വെറുതെ അവിടെ കൊണ്ട് വെച്ചിട്ട് കൈക്കടിച്ച് അകത്തേക്കൊന്നും കയറ്റരുത്. അപ്പോൾ ഗ്യാസ്കറ്റ് കയറ്റിയേക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോപ്പർ മെത്തേഡ്. പതുക്കെ ഫ്രണ്ടിലേക്കും ടോപ്പിലേക്കും താഴത്തേക്കും അനക്കി കൊടുത്തിട്ട് വേണം. അവർക്ക് കൈ കൊണ്ട് പുഷ് ചെയ്തും കൊടുക്കണം ഒക്കെ വേണം. എന്നിട്ട് ഈ ബോൾട്ട് ആ നമ്മുടെ പുറയത്തെ ഫുഡ് റെസ്റ്റിൻ്റെ അവിടെ വരുന്ന ഹോളിൽ ഇടുക. ബോൾട്ടിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വാഷർ ഈ ഒരു പൊസിഷനിൽ ഇട്ടിട്ട് നട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബോൾട്ടും നട്ടും ബോൾട്ടിൻ്റെ മെഷർമെൻറ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് ഉള്ളിൽ വരുന്ന നട്ടിൻ്റെ സൈസ് 17 mm ആണ്. പുറത്ത് വരുന്ന ബോൾട്ടിൻ്റെ ഹെഡ് ഉണ്ടല്ലോ അതിൻ്റെ അളവ് 14 mm ആണ്. അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ ഉള്ളിലെ 17 mm നട്ട് മിക്കപ്പോഴും തിരിഞ്ഞ് കളിക്കാറുണ്ട്. അപ്പോൾ ഉള്ളിൽ നിന്നൊരു റിംഗ് സ്പാനർ ഇട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വേണം പുറത്തുനിന്ന് ടൈറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പരിപാടി. ഈ സൈഡിൽ നിന്ന് 14 mm ഇട്ട് പിടിച്ചിട്ട് ഉള്ളിൽ 17 mm സ്പാനർ ഇട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഉള്ളിൽ നട്ട് തിരിക്കുമ്പോൾ നമ്മുടെ ഇത് പ്രോപ്പറായിട്ട് ടൈറ്റ് ആവില്ല. മറ്റേത് അവിടെ നിന്ന് ഞാൻ പിടിച്ചു കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത നമുക്ക് എക്സോസ്റ്റിൻ്റെ
അവിടെ എക്സോസ്റ്റും പെൻഡ് പൈപ്പും കൂടി ഫിക്സ് ചെയ്യുന്ന ഒരു ക്ലാമ്പുണ്ട്, നേരത്തെ കാണിച്ചിരുന്ന ക്ലാമ്പ്. അത് നമുക്കിനി ടൈറ്റ് ചെയ്യണം. ആ ഒരു ബോൾട്ടിൻ്റെ സൈസ് 12 mm ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂ. എക്സോസ്റ്റും ബെൻഡ് പൈപ്പും കൂടി യോജിക്കുന്ന സ്ഥലം, ആ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത ലുക്ക്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ക്ലാമ്പ് സെറ്റ് ചെയ്യണം. ഈ ക്ലാമ്പിലാണ് എൻജിൻ ഗാർഡ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാമ്പ് ഫിറ്റ് ചെയ്യാനായിട്ട് ഈ സ്ക്രൂസ്, ആദ്യം ഊരിയെടുത്ത സ്ക്രൂസ് അത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാമ്പ് പിടിപ്പിച്ചേക്കുന്നത് 3 സ്ക്രൂസ് കൊണ്ടാണ്. ഒരെണ്ണം ഇപ്പോൾ സെറ്റ് ചെയ്ത്, ഒരെണ്ണം അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ഹോളുണ്ട്, ഒരെണ്ണം കൂടിയുണ്ട്. 2 ചെറിയ സ്ക്രൂസും ഒരു വലിയ സ്ക്രൂവുമാണ് ഇതിന് വേണ്ടി ഉള്ളത്. നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അതിൻ്റെ പൊസിഷൻ അപ്പുറത്തുനിന്ന് കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ സ്ക്രൂ. അതിൻ്റെ പൊസിഷൻ മറ്റേ ചെറിയ സ്ക്രൂവിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ള ഹോളിൽ. ഈ ഒരു സ്ക്രൂവിന് നീട്ടം കൂടുതലാണ്. അപ്പോൾ ഈ സ്ക്രൂസ് ടൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 8 mm ബോക്സ് സ്പാനറാണ്. ഇപ്പോൾ റിംഗ് സ്പാനർ ആണെങ്കിലും സീനില്ല. 8 mm ആണെങ്കിൽ 8 mm സൈസ് കറക്റ്റായാൽ മതി. നമ്മുടെ O2 സെൻസറിൻ്റെ ഭാഗത്തായിട്ടാണ് 2 സ്ക്രൂസ് വരുന്നത്. അപ്പുറത്തെ സൈഡിൽ ഒരു സ്ക്രൂ വരുന്നത്. ഓക്കെ, ക്ലോസ് ആയിട്ട് കാണിച്ചില്ല സംഭവം. ഉണ്ടോ? ഇതാണ് സ്പോട്ട്. ഇനി നമുക്ക് എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്യാം. എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്യാനായിട്ട് എൻജിൻ ഗാർഡ് നിൽക്കുന്നത് ടോട്ടല് 4 സ്ക്രൂസിലാണ്. 4 മറ്റേ അലൻ കീ സ്ക്രൂസാണ്. ഓക്കെ, 4 mm അലൻ കീ ടൂളാണ് വേണ്ടത് ഇത് ടൈറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു ഭാഗത്ത് ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ബുഷ് ഉള്ളിൽ നിന്ന് വേണം, അതായത് ഒരു വാഷർ ഉള്ളിൽ നിന്ന് പിടിച്ചിട്ട് വേണം നമുക്ക് ഈ അലൻ കീ സ്ക്രൂ ഇട്ട് കൊടുക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ വേണം ടൈറ്റ് ചെയ്യാൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 mm അലൻ കീ ടൂളാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് ടൈറ്റ് ചെയ്യാനായിട്ട്. 3 ടൈറ്റ് ചെയ്ത് ഇനി അപ്പുറത്തെ സൈഡിലൊരു സ്ക്രൂ കൂടി ഉണ്ട്, അത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് എൻജിൻ ഗാർഡിൻ്റെ യോഗ അവസാനിപ്പിക്കാം. എങ്ങനെയുണ്ട് ലുക്ക്? എങ്ങനെയുണ്ട് സാധനം സെറ്റ് ചെയ്തിട്ട്? കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇനി ഞാൻ കുറച്ച് ആൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ട് സംഭവം, ലാസ്റ്റിംഗ് ആണോ, എന്തോരം നാൾ നിൽക്കുമെന്നൊക്കെ ഞാൻ അറിയിക്കാം കേട്ടോ. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ hope you guys enjoyed my video. Thanks for watching my videos. Thank you.